മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് കെട്ടിക്കിടക്കുന്ന കുളത്തിലെ ജലം പോലെയല്ല. അത് നദിയിലെ ജലം പോലെയാണ്. അതിലോളങ്ങളുണ്ടാവും, അറിയപ്പെടാത്ത കയങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഓർത്തുകൊണ്ട് വേണം, ഉയർച്ചയും താഴ്ചയുമുള്ള ഒരു പ്രതലത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നോർത്തുകൊണ്ട് വേണം ജീവിതത്തിലൂടെ സഞ്ചരിക്കുവാൻ. ചിലപ്പോൾ നമ്മൾ താഴ്ചയിലേക്ക് പോയിരിക്കാം. ആ നിമിഷം ഞാൻ പരാജയപ്പെട്ടു, ഇനി ഒന്നുമില്ല, ഇനി ആത്മഹത്യയെ മുന്നിലുള്ളൂ എന്ന് ചിന്തിച്ചാൽ ആ നിമിഷം നിങ്ങളുടെ അന്ത്യത്തിലേക്കുള്ള ഒരു യാത്രയാവും. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇല്ല, എൻ്റെ ഉള്ളിൽ എനർജിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ശക്തിയുണ്ട്, എൻ്റെ ഉള്ളിൽ അഗ്നിയുണ്ട്. ആ അഗ്നിയെ ഞാൻ ജ്വലിപ്പിച്ച്, ആ എനർജിയെ ജ്വലിപ്പിച്ച് ഞാൻ ഇനിയും മുന്നോട്ട് പോകും, ഞാൻ ഉയരങ്ങളിലെത്തും എന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ എനർജി വർക്ക് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ വിജയത്തിലേക്കുള്ള പടികൾ കയറുകയാണ്. നിങ്ങൾ ആ നദിയിലൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ എവിടെയാണോ എത്തിച്ചേരേണ്ടത് ആ സമുദ്രം അല്ലെങ്കിൽ ആ ഉന്നതിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അപ്പോഴെപ്പോഴും നമ്മൾ വിജയം വേണം ചിന്തിക്കാനായിട്ട്. പരാജയങ്ങൾ നമ്മുടെ പഠനശാലകളാണ്. ആ പഠനങ്ങളിലൂടെ വേണം വിജയത്തിൻ്റെ സമ്മിറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ. അല്ലെങ്കിൽ തോൽവിയില്ലാത്ത ഒരു വിജയവും വിജയമല്ല. എല്ലാ പ്രധാനപ്പെട്ട മഹാന്മാരുടെയും ജീവിതത്തിൽ തോൽവികളുണ്ട്. അവർ അത് മറികടന്നാണ് വിജയങ്ങളിലേക്ക് എത്തിച്ചേർന്നത്, ഉന്നത നിലകളിലേക്ക് എത്തിച്ചേർന്നത്. അത് ഓർക്കുക. ഒരു നിമിഷം നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ ഇത് ഓർക്കുക, എൻ്റെ ഉള്ളിൽ എനർജിയുണ്ട്, ഞാനതിനെ വീർപ്പിച്ച് അല്ലെങ്കിൽ അതിനെ വലുതാക്കി ഞാൻ ഉന്നതികളിലേക്ക് എത്തും. ഇപ്പോൾ കെട്ടുപോകേണ്ടതല്ല എൻ്റെ ജീവിതം.